എല്ലാവരും പറഞ്ഞു, യേശുവേ എന്നെ നീ അനുഗ്രഹിക്കണമേ. എന്നീ പ്രഭാതത്തിൽ എന്റെ ആത്മാവിനെയും എന്റെ ശരീരത്തെയും ദേഹിയെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് പ്രവർത്തിക്കണമേ. ശിശുവിന്റെ മനസ്സെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ വചനം മനസ്സിലാവുള്ളൂ. ನೀವು ಮಕ್ಕಳ ಮನಸ್ಸನ್ನಾದರೆ ಮಕ್ಕಳ ಆ ಮೆಂಟಾಲಿಟಿ ಮೈಂಡ್ ಇದ್ದರೆ ಮಾತ್ರ ನೀವು ದೇವರ ವಚನವನ್ನು ಆಲಿಸಲು ಸಾಧ್ಯ. ನಿಮ್ಮಲ್ಲಿ ದೇವರ ವಚನವನ್ನು ಸ್ವೀಕರಿಸಲು ಸಾಧ್ಯ. നിങ്ങളുടെ മനസ്സിൽ മുഴുവനും വിദ്യാഭ്യാസം തളച്ചു വെക്കുകയാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ನಿಮ್ಮ ತಲೆಯಲ್ಲಿ ಜ್ಞಾನವನ್ನು ಮಾತ್ರ ವಿದ್ಯೆಯನ್ನು ಮಾತ್ರ ತುಂಬಿಕೊಂಡರೆ ಅದು ಯಾವುದಕ್ಕೂ ಪ್ರಯೋಜನ ಇಲ್ಲ. ದೇವರ ವಾಕ್ಯವನ್ನು ಸಹ ತುಂಬಿರಬೇಕು. നമ്മുടെ എഡ്യൂക്കേഷൻ എടുത്ത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കും. ನಮ್ಮ ವಿದ್ಯಾಭ್ಯಾಸ ಸ್ವಲ್ಪ ಸಮಯಕ್ಕೆ, ಜ್ಞಾನಗಳು ಸ್ವಲ್ಪ ಸಮಯಕ್ಕೆ ಬೇರೆ എന്നിട്ട് കർത്താവിന്റെ ദൈവമേ എനിക്ക് മനസ്സിലാക്കി തരണമേ. ಆಮೇಲೆ ದೇವರೇ ನನಗೆ ಎಲ್ಲಾ ವಿಷಯವನ್ನು ಅರ್ಥೈಸಿಕೊಡಿ ಎಂದು ಪ್ರಾರ್ಥಿಸಿದೆ. എനിക്ക് മനസ്സിലാക്കി തരണമേ. ನನಗೆ ಅರ್ಥ ಮಾಡಿಕೊಡಿ ದೇವರೇ. ഹല്ലേലൂയ. ಅವನ ಸ್ನೇಹಕ್ಕೆ ಎತ್ತರವಿಲ್ಲ, ಅದು ಆಕಾಶದಷ್ಟು. അവന്റെ സ്നേഹത്തിൽ വിസ്തീർണമില്ല. ಅವನ ಸ್ನೇಹಕ್ಕೆ, ಅವರ ಪ್ರೀತಿಗೆ ಯಾವುದೇ ಒಂದು ಅಂತರವಿಲ್ಲ. അനന്തമാണ്. ಅದು ತುಂಬಾ ಅನಂತವಾಗಿದೆ. We cannot find. നമുക്ക് ನಮಗೆ ಯಾರಿಗೂ ಅದನ್ನು ಕಂಡುಹಿಡಿಯಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അവൻ ആ അറ്റം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ಅವರು ಯಾವುದೇ ಒಂದು ಅಂಶ ಕೂಡ ನಮಗೆ ಕಂಡುಹಿಡಿಯಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ನೀವು ಪಾಪಕ್ಕೆ ಮುಳುಗಿದ್ರು ಕೂಡ ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸ್ತಾರೆ. നീ എത്ര വലിയ കൊടുപ്പാപം ചെയ്താലും ദൈവം നിന്നെ ನೀವು ಎಷ್ಟು ದೊಡ್ಡ ಪಾಪ ಮಾಡಿದ್ರು ಕೂಡ ನಿಮ್ಮನ್ನು ಕೈ ಬಿಡೋದಿಲ್ಲ, ದೇವರು ಪ್ರೀತಿಸ್ತಾರೆ. എന്ന് വെച്ച് നമ്മളൊരു സ്ഥിരം പാപികളായി മാറണമെന്നാണോ അതിന്റെ അർത്ഥം? ಹಾಗೆ ಅಂತ ಹೇಳಿ ನಾವು ಜೀವನ ಪೂರ್ತಿ ಪಾಪದಲ್ಲೇ ಮುಳುಗೋಣ ಅಂತ ಹಾಗೆ ನಾವು ಯಾವತ್ತೂ ತಿಳಿದುಕೊಳ್ಳಬಾರದು. നീ സമ്പന്നനാണെങ്കിലും നീ ദരിദ്രനാണെങ്കിലും ನೀನು ಶ್ರೀಮಂತನಾಗಿರು, ನೀನು ಬಡವನೇ ಆಗಿರು, ದೇವರು ನಿನ್ನನ್ನು ಕೈ ಬಿಡಲ್ಲ, ಪ್ರೀತಿಸ್ತಾರೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സുഹൃത്താണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒരു സുഹൃത്താണ്. ഓക്കെ, ഫ്രണ്ട് എന്നാണ് കന്നഡയിൽ പറയുന്നത്. തന്നെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷോ? നിങ്ങൾ പരിശുദ്ധാത്മാവ് ആരെന്ന് മനസ്സിലാക്കട്ടെ. ഹോളി സ്പിരിറ്റ് ഈസ് ഹൂ ഈസ് ദ ഹോളി സ്പിരിറ്റ്. ആരാണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവ്? ആർക്ക് പറയാൻ പറ്റും പരിശുദ്ധാത്മാവ് ആരാണ്? നിങ്ങൾ ഗൃഹധ്യാനത്തിലൊക്കെ ഓരോ പ്രാവശ്യം വന്നവരാണ്. ആരാണ് പരിശുദ്ധാത്മാവ്? പറയാൻ പറ്റുമോ? പറയാം. ഞാനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ദൈവമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ദൈവമാണ്. മനസ്സിലായോ? എല്ലാവരും പറഞ്ഞു ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. നമ്മൾ ഇന്നലെ പഠിച്ചു ട്രയൂൺ ഗോഡ്, ട്രിനിറ്റി. ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പുത്രൻ, പരിശുദ്ധാത്മാവ്. സോ ഈ 3 ട്രയൂൺ ഗോഡ് മൊത്തമായിട്ടാണ് വൺ ഏക ദൈവം. ഏക ദൈവം. ഏക ദൈവം. വൺ ഗോഡ് ഓൺലി. സോ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞിരുന്നു, പക്ഷെ കുറച്ച് പേർക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ഒരു സൃഷ്ടാവ്, എ ക്രിയേറ്റർ, ഒരു ആൻഡ് അല്ലെങ്കിൽ ഉറുമ്പിനെ സൃഷ്ടിച്ചൊരു തോട്ടത്തിലാക്കി. ഓക്കെ, ഈ തോട്ടത്തിലാക്കി ഉറുമ്പ് അതിന്റെ സ്വാതന്ത്ര്യം കൊണ്ട് ട്രാൻസ്ലേറ്റ് പണ്ണോ പ്രോബ്ലം സ്വാതന്ത്ര്യം കൊണ്ട് അത് അവിടെ ഇവിടെ എല്ലാം പോകാൻ തുടങ്ങി.
ദിവസം സൃഷ്ടാവ് നോക്കുമ്പോൾ ഈ ഉറുമ്പ് ഇങ്ങനെ പോയി 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 വലിയൊരു അഗാധമായ ഗർഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സൃഷ്ടാവിന് ഉറുമ്പിനെ രക്ഷിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സംസാരിച്ചു, ഉറുമ്പേ നീ അങ്ങോട്ട് പോകരുത്, ഡേഞ്ചറാണ്. പക്ഷെ ഉറുമ്പിന് മനസ്സിലായില്ല. അവസാനം ഉറുമ്പിനെ പിടിച്ച് ഇപ്പുറത്തെ മൂലയിലിട്ടു. എന്നിട്ട് പറഞ്ഞു നീ പോകരുത്. മനസ്സിലായില്ല, ഉറുമ്പിന് മനസ്സിലായില്ല. ഉറുമ്പ് എന്നത് കന്നഡയിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, അത് അവിടെ എവിടെയാണ് സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പൊ ഉറുമ്പിന്റെ ഭാഷയിൽ ഉറുമ്പിനോട് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സൃഷ്ടാവ് ആലോചിച്ചപ്പോൾ ഒരു കാര്യം പെടുത്താൻ കിട്ടി. സൃഷ്ടാവ് ഉറുമ്പായി മാറുവാൻ തീരുമാനിച്ചു. സൃഷ്ടാവ് ഉറുമ്പായി മാറാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ഉറുമ്പായി മാറി ഉറുമ്പിനെ കണ്ട് മുഖാമുഖം സംസാരിച്ചിട്ട് പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാ, വേറൊരാൾക്ക്. അതുകൊണ്ട് നിന്റെ ഭാഷ എന്റെ ഭാഷ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരൊറ്റ ഭാഷയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നീ അങ്ങോട്ട് പോയാൽ നീ മരിച്ചു പോകും, നീ എന്റെ പിന്നാലാണ്. ദൈവം മനുഷ്യപുത്രനായി അവതരിച്ചു, മനുഷ്യരോട് സംസാരിക്കുവാൻ. മനുഷ്യനെ പോലെ തന്നെയായി വേദന കൊണ്ടും പ്രലോഭനം ടെംപ്റ്റേഷൻ കൊണ്ടും അവന്റെ എല്ലാ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ പോലെ മാത്രമായി മാറിയ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നിന്നോടും എന്നോടും സംസാരിച്ചു. നിനക്കും എനിക്കും വേണ്ടി കാൽവരിയിൽ ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവൻ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. മൂന്നാം നാൾ അവൻ നിനക്കും എനിക്കും ദൈവത്തിന്റെ വിജയം നിനക്കും എനിക്കും പിശാചിന്റെ മുകളിൽ തന്നു. അങ്ങനെ യേശുവിന്റെ ശുശ്രൂഷ കഴിയാറായിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെ പോലെ തന്നെയുള്ള എന്റെ അതേ പേഴ്സണാലിറ്റി, പക്ഷേ ശരീരം മനുഷ്യന്റെ ശരീരമില്ല, ആത്മാവാണ്. ദൈവം നിങ്ങൾക്ക് വലിയൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂട്ടാളിയായി, ദൈവമായി, സഹപ്രവർത്തകനായി, സുഹൃത്തായി നിന്റെ അടുത്തേക്ക് ഞാൻ അയക്കാം എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നെയും നിങ്ങളോട് കൂടി ആയിരിക്കുന്ന മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതായത് ട്രയൂൺ ഗോഡിനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണ് യോഹന്നാൻ സ്ലീഹായിൽ എഴുതിയ സുവിശേഷത്തിന്റെ 14-16. നിങ്ങൾ ആരും മറന്നു പോകരുത് ആ വചനം. ഓക്കെ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, മൂന്ന് ദൈവം എന്ന് പറയാം. മൂന്ന് ദൈവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മൂന്ന് ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല. വൺ ദൈവം, മൂന്ന് വ്യക്തികൾ ഇൻവോൾവ് ചെയ്യുന്ന മൂന്ന് തരം മിനിസ്ട്രി ശുശ്രൂഷ വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നവനാണ് പിതാവ്, ചോദിക്കാൻ പഠിപ്പിച്ചവനാണ് യേശു, അതിന് ഉത്തരവാനാണ് പവിത്ര. ഹല്ലേലൂയ. സോ യേശുവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി പിതാവ് നമുക്ക് ഉത്തരം നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ്. നിന്റെ ജീവിതത്തില് എന്നും എന്നേക്കുമായി വാഴുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ നീ എന്ന വസതിയിൽ നിന്റെ ജീവിതത്തിൽ വസിക്കുവാൻ വേണ്ടി വന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയ്ക്കും ഉറപ്പുണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആഴമായ ബന്ധം സ്ഥാപിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ.
So Bible says, not by might, not by power, but by spirit. ശക്തിയാലല്ല, സൈന്യത്താലല്ല, എന്റെ ആത്മാവ് പറയുന്നു. എല്ലാം നടക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. Hallelujah. എല്ലാം നടക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ ബൈബിളിൽ തന്നെ ഏറ്റവും ആദ്യം ഈ മൂന്ന് വ്യക്തികളുണ്ടല്ലോ ദൈവത്തിൽ, പിതാവ് പരിശുദ്ധാത്മാവ്. ബൈബിൾ തുറക്കുമ്പോൾ വ്യക്തിയായിട്ട് ആദ്യം വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയുടെ മുകളിൽ ചലിച്ചു. ഭൂമി പാഴായി ശൂന്യമായി. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം പാഴായി ശൂന്യമായി ഇരുന്നാൽ സർവശക്തനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പോരായ്മകളെ മാറ്റി സകലതും സമാധാനവും സന്തോഷവും നിങ്ങൾ നിറയ്ക്കുകയും സർവശക്തനായ ദൈവം ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. You can easily have intimacy with the Holy Spirit. Holy Spirit is a person. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയാം. I'm going to talk to you in my testimony, a small testimony. ഞാൻ അബുദാബിയിൽ ജോലി ചെയ്യുമ്പോൾ ആണ് എൻ്റെ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടർ വന്നത് 1996 ഡിസംബർ മാസം 22 ആ 2 ദിവസങ്ങളിൽ അതിശക്തമായി ഞാൻ ദൈവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം എനിക്കുണ്ട് എന്ന് തെളിവായി തന്ന പരിശുദ്ധാത്മാവിന്റെ തുടർ സ്പർശനമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. എല്ലാവരും തകർക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയും He wants to destroy the church. That's why he was traveling. ആ സമയത്ത് യേശു അവനെ തൊട്ടു. അവന് മനസ്സാന്തരമുണ്ടായി. ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് തൊടണേ എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് മാറ്റണം, എന്നെ ഒന്ന് മാറ്റണം. ഇതുപോലെ ജീവിച്ച പോലെ ഞാൻ ഒരു അത്ഭുത മനുഷ്യനായി ചിന്തിക്കണം. അതായത് ഒരു സാധാരണ മനുഷ്യനായി ഈ ഭൂമിയിൽ വസിച്ച് ജീവിച്ചു മരിച്ചു പോകാനല്ല നിങ്ങളെയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് അവന്റെ ബൈബിൾ പ്രകാരം വചനം പഠിക്കുവാനും വചനം ധ്യാനിക്കുവാനും അവന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. നീ ഒരു സാധാരണ ഒരു വ്യക്തിയായി കൂലിപ്പണിക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായിട്ടോ കറണ്ട് അടിച്ച് വീഴുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഒരു സ്പർശനം ഒന്ന് തൊട്ടതേ ഉള്ളൂ, താഴെ പോയി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ഈ ധ്യാനം പല ടൈപ്പിലുണ്ട്. നമുക്ക് ഒരു ദിവസം ധ്യാനം വെക്കാം, 2 ദിവസം ധ്യാനം വെക്കാം, 3 ദിവസം ധ്യാനം വെക്കാം. പക്ഷെ ഈ താമസിച്ചുള്ള ധ്യാനത്തിന് വളരെ ഹൈലി പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ലോകവുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. ലോകവുമായിട്ട് നോട്ട് ടച്ച്. യു ആർ കംപ്ലീറ്റ്ലി പ്രിസർവ്ഡ് ഫോർ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം മാറിയിരിക്കുന്ന ഒരു അവസ്ഥ. Hallelujah. Hallelujah. In the mighty name of Jesus, shout it. In the mighty name of Jesus, shout it. യേശു സോഹിൽ എന്റെ സൗഖ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു, എന്റെ സൗഖ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു മാത്രമാണ്. ഓക്കെ, റെഡി? ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സാധിക്കാൻ താല്പര്യമുള്ളവരുമായി പരിശുദ്ധാത്മാവാണ്. ഏതൊരു പ്രശ്നത്തിനും കർത്താവിന്റെ ആത്മാവ് ഇടപെട്ട് അതിന് പരിഹാരം. അതാണ് കർത്താവിന്റെ സ്പെഷ്യാലിറ്റി. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ നല്ല തണുത്തിട്ട് ഇങ്ങനെ കീശയിൽ കൈവച്ചോണ്ടിരിക്കുക, അത് ഇന്ന് എടുക്കാൻ വിഷമോ. സാരമില്ല, കർത്താവിന്റെ ആത്മാവ് ഫയർ. He will fire you in the name of Jesus. Hallelujah. അവൻ ആത്മീയാണ്.
അവൻ അഗ്നിയാണ്. ഹല്ലേലൂയ. അവൻ തീയാണ്. എല്ലാവരും തീയാണ്. ഓക്കെ. സി, നമ്മൾ വിചാരിക്കും ദൈവം ഒന്ന് അകലെയാണ്, അങ്ങനെ അകലെ ദൈവം സ്വർഗത്തിൽ എവിടെയോ ഇരിക്കുകയാണ്. അതെല്ലാം മാറി യേശുവിന്റെ വരവോളം വന്നു കഴിഞ്ഞപ്പോൾ, യേശു മനുഷ്യരിൽ കടന്നു വന്നപ്പോൾ, യേശു പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ, ആ യേശു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വാഗ്ദാനമായി തന്നപ്പോൾ, പരിശുദ്ധമുള്ള ഒരു ചിന്ത നമ്മൾ മാറ്റണം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? നമ്മൾ തനിച്ചാണെന്നുള്ള ചിന്ത മാറ്റണം. Somebody is with me. ആരാണ്? പരിശുദ്ധാത്മാവ് എപ്പോഴും എന്റെ കൂടെയുണ്ട്. The Lord Jesus. പരിശുദ്ധാത്മാവും യേശുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പലർക്കും അറിയാം. പരിശുദ്ധാത്മാവിന് മനുഷ്യന്റെ ശരീരമില്ല, യേശുവിന് മനുഷ്യന്റെ glorified body. Hallelujah. അതാണ് ഡിഫറൻസ്. ബാക്കിയെല്ലാം ഒന്നാണ്. അവൻ മനുഷ്യന്റെ ശരീരം വഹിച്ചു. So now പിതാവും പുത്രനും സ്വർഗത്തില്, പരിശുദ്ധാത്മാവ് ഭൂമിയില് നമ്മുടെ സഹവാസിയായി, നമ്മുടെ ഹെൽപ്പറായി, നമ്മുടെ ടീച്ചറായി, നമ്മുടെ കൗൺസിലറായി, നമ്മളെ സ്ട്രെങ്തൻ ശക്തിപ്പെടുത്തണമെന്നത് പറയേ. പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ അവന്റെ ഒരു സ്പർശനം, അല്ലേ? അവന്റെ സ്പർശനം. ഹല്ലേലൂയ. ആ God is a tangible God. ടാൻജിബിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ നിന്നെ സ്പർശിക്കും, നിന്റെ തൊട്ടടുത്ത് വരും. നിന്നെ സ്പർശിക്കുക മാത്രമല്ല, നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചു, ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും തമ്മിൽ എന്താ വ്യത്യാസം? What is different between our God and your God? Somebody asked me, a Hindu guy. I said, there is a big difference, very big difference. Your God lives outside, our God lives inside. മലയാളം പറയാ, നിങ്ങളുടെ ദൈവം പുറത്തെവിടെയോ ഇരിക്കുന്നു, എന്റെ ദൈവം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. God is a inhabitation. നിന്റെ ഹൃദയം ഹാബിറ്റേഷൻ ചെയ്തിരിക്കാം, നിന്റെ ഹൃദയത്തിൽ വന്ന് താമസിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. നമുക്കൊരു ഉറപ്പുണ്ട്. Praise God. പിന്നെ ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിൽ മുന്നേറി പോകേണ്ടത്? ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? രക്ഷ എവിടെയാണ്, രക്ഷ ആരിലാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ യാത്രയ്ക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക, ഞാനിങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു സ്പ്ലിറ്റ് റോഡുകൾ, ഒരു റോഡ് വന്ന് ഇങ്ങനെ മുട്ടുന്നു, വലതോട്ടും ഇടതോട്ടും, അല്ല ഇടതോട്ടും വലതോട്ടും രണ്ട് റോഡ് പോകും. അപ്പം ഒരു റോഡിൽ ഒരു മനുഷ്യൻ കിടക്കുക, മറ്റേ റോഡിൽ വേറൊരു മനുഷ്യൻ കിടക്കുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു മനുഷ്യന് ജീവനുണ്ട്, ഒരു മനുഷ്യന് ജീവനില്ല. ജീവനുണ്ട്, ഒരാൾക്ക്. ഞാൻ ആരോട് വഴി ചോദിക്കും? ആരോടാ വഴി ചോദിക്കുന്നു? ജീവനുള്ളതുകൊണ്ട് നമ്മളെ യേശു ഇന്നും ജീവിക്കുന്നു. അവരെല്ലാം ജീവിച്ചു മരിച്ചുപോയി, ആരും എഴുന്നേറ്റിട്ടില്ല. Nobody raised from the dead, only Jesus. യേശു മാത്രമാണ് മരണത്തിനെ ജയിച്ചത്. അതാണ് വ്യത്യാസം. സാൽവേഷൻ അന്വേഷിക്കുന്നത് അങ്ങനെയാണ്. We are asking God where to go. There is my salvation. എന്റെ രക്ഷ എവിടെയാണ്? ക്രിസ്തുവിലാണ്. One who died for me. Hallelujah. One who died for me. Hallelujah. See, ഇവിടെ നമുക്ക് വേണ്ടത് യേശു ബന്ധം, with personal relationship with Jesus Christ. യേശുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. Hallelujah. Hallelujah. ഞാൻ സത്യം പറഞ്ഞാൽ ഈ 5 വർഷമായി ഞാൻ കാത്തലിക്കിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഞാൻ വേറൊരു സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. 5 years I'm here. I never seen in my life such a wonderful man of God as a parish priest of this church. ഞാൻ
ഇതുപോലെ ഇരുന്ന വ്യക്തിയെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലൊരു അച്ഛന്മാരെ കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഇടവാള വികാരിയെ പോലെ ഒരു അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. See, the first talk itself I understood. He has Jesus. Hallelujah. അദ്ദേഹത്തിൽ ക്രിസ്തു ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ കിട്ടുന്ന വളരെ കുറച്ച് ആൾക്കാരെ കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവുമായി ബന്ധം സ്ഥാപിക്കണം. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ട പിതാവേ? ദൈവത്തോടും ചോദിച്ചേ ഞാൻ എങ്ങനെയാണ് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞേ. സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അല്ലെങ്കിൽ സംസർഗവും എന്ന് പറയുന്നു. അതായത് the love of the Father, grace of Jesus and the fellowship of the Holy Spirit. നമുക്ക് പിതാവിന്റെ സ്നേഹം ക്രിസ്തുവിലൂടെ ലഭിച്ചു. ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചു, കൃപ ലഭിച്ചു. ഓക്കെ, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ? ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ, ഫ്രണ്ട്ഷിപ്പ്. ഹല്ലേലൂയ. ഞാനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. Till Jesus comes. യേശു വരുന്നത് വരെ. ഹല്ലേലൂയ. So make a quality decision. ഇന്നു മുതൽ ദൈവത്തിനോടൊരു ഡിസിഷൻ നിങ്ങൾ ഇപ്പൊ നമുക്ക് തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. Praise the Lord. യേശു എത്ര നല്ലവൻ. യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് പാടുമ്പോഴല്ല ചാടി തുള്ളി ആരാധിക്കും. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദാവീദ് ആരാധിച്ചതുപോലെ, ദാവീദ് വലിയ ശക്തിയോടുകൂടി ദൈവത്തെ ഇങ്ങനെ ആരാധിച്ച് തിമിർക്കുക. അപ്പൊ തുണിയല്ല അവിടെ എഴുതുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ മണിമാളികയുടെ മുകളിൽ ഇങ്ങനെ ഭാര്യ നോക്കും പോലെ രാജാവ് കിടന്ന് തുള്ളിക്കളിക്കുന്നു. എന്തുവായില്ലേ? നിങ്ങളൊരു രാജാവല്ലേ, നാണക്കേടല്ലേ, തുണിയെടുത്തൊഴിക്കും. വെറുതെ ദൈവത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ദൈവം കേട്ടു. ഹല്ലേലൂയ. കറണ്ട് പോയതാണോ? ചേഞ്ച് ആക്കണോ? ഇതൊന്നുമല്ലോ. അതുകൊണ്ട് ആ സ്ത്രീക്ക്, ദാവീദിന്റെ ഭാര്യയ്ക്ക് മക്കളില്ലാതെ പോയി. വേറെ ഭാര്യമാർക്ക് മക്കളുണ്ട്. ഈ രാജാവിന്റെ മകള് കളിയാക്കിയത് കൊണ്ട് എന്ത് പറ്റി? ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ വാക്കുകൾ പറയുമ്പോൾ, ദൈവത്തോട് പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കും. ആമേൻ. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും മക്കളില്ലാത്തത് കളിയാക്കിയത് കൊണ്ടല്ല കേട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട. God has a time for you. God has a time for you. ദൈവം നിനക്കൊരു സമയം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ അബുദാബിയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സുനിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പോകും. അവരുടെ മക്കൾ 9 വർഷമായിട്ട് മക്കളില്ല. 9 years. 2 മാസം 3 മാസത്തിന് ശേഷം പയ്യൻ വിളിച്ചിട്ട് എന്നോട് പറയാണ്, ബ്രദർ പറഞ്ഞ പോലെ കുഞ്ഞല്ല, കുഞ്ഞുങ്ങൾ പിൻ. നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ അവരുടെ സാക്ഷ്യം കിടപ്പുണ്ട്, പിള്ളേരുടെ ഫോട്ടോയും കിടപ്പുണ്ട്. ഹല്ലേലൂയ. The word is a prophetic. ദൈവത്തിന്റെ വചനം ഒരു പ്രവചനമായി പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ വഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് വഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ നാഡി ഞരമ്പില്, എന്റെ അസ്ഥികളില്, എന്റെ കോശങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ജീവനം നിറഞ്ഞു നിൽക്കുന്നത്. ഹല്ലേലൂയ. സോ നിങ്ങൾ എല്ലാവരും പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ അസ്ഥികളിൽ, എന്റെ കോശങ്ങളിൽ, എന്റെ ശരീരത്തിൽ, എന്റെ രക്തത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചലിക്കുന്നു.
യേശുവിന്റെ ജീവൻ എന്റെ ആത്മാവില്, എന്റെ മനസ്സില്, എന്റെ ദേഹത്തില്, എന്റെ ശരീരത്തില് പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെ ജീവൻ പകരുന്നു. ഹല്ലേലൂയ. അവന്റെ ജീവന് ഗ്രീക്ക് പദം പറയുന്നത് സോയെ എന്നാണ്. സോയെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു സോയെ. 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 Z-E-O. സോയെ. Z-O-E. സോയെ. Z-O-E. സോയെ. എന്ന് പറഞ്ഞാൽ eternal life. നിത്യജീവൻ. Hallelujah. Hallelujah. Praise the Lord. Praise the Lord.